പണ്ടൊക്കെ ആണെങ്കിലേ ചെറുതിലേക്ക് ആണെങ്കിൽ ഇപ്പോൾ കല്യാണത്തിലേക്ക് പോകുമ്പോഴേ മറ്റേ വീഡിയോഗ്രാഫേഴ്സ് അവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചമ്മല കഴിക്കാനൊക്കെ ഭയങ്കര നാളൊക്കെയാണ്. അതുപോലെ പുറത്ത് നമ്മളിങ്ങോട്ടേക്ക് പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഡൗൺ ആയല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണല്ലോ. ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാറുണ്ടല്ലോ, നിങ്ങൾ കാണാറുണ്ടോ? റീലോ എൻ്റെ ഇവിടെ ചാനൽ ഹാക്കായി, ചാനൽ സബ്ബുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ അതും കൂടെ കൂട്ടിയിട്ട് ഹാക്കായി പോയി. പിന്നെ ഞാനത് മൊത്തത്തിൽ വിട്ടതാണ്, എനിക്ക് വേണ്ടാന്നുള്ള രീതി മൊത്തത്തിൽ വിട്ടു. അപ്പോൾ എഫ് ബിയിൽ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കമൻസ് ഇട്ടപ്പോൾ വീണ്ടും തുടങ്ങി. ഒരാഴ്ചയോട് തുടങ്ങിയിട്ട് 28-30 ഒക്കെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സബ്സ്ക്രിപ്ഷൻ അല്ലേ? ഞാൻ മുൻപത്തേൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. അതിലുണ്ടായിരുന്ന ഏകദേശം $4000 കൊണ്ട് ഇൻസ്റ്റ എൻ്റെ കൺമുമ്പിൽ നിന്ന് പാട്ടും പാടിപ്പോയി. ഈ പറയുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഞാൻ നമ്മളുടെ അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിൽ നിന്ന് 30% ഞാൻ ഓർഫണേജിൽ ഓൾഡേജ് ഹോമിലൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരോടൊക്കെ പറഞ്ഞത് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെരിഫൈ എഫ് ബി പണ്ടെപ്പോഴോ അത് അവരിങ്ങോട്ട് ചോദിച്ചതാണ്, അങ്ങനെ കിട്ടിയതാണ്. എഫ് ബി ഇൻസ്റ്റയൊന്നും ചെയ്തിട്ടില്ല, ഇൻസ്റ്റയിൽ വെരിഫിക്കേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിലെത്ര 2 ലക്ഷം 3 ലക്ഷം കൊണ്ട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇതിനൊന്നും ഞാൻ ഇത്ര വലിയ കാര്യമായിട്ട് കണ്ടില്ല ഇൻസ്റ്റ. പക്ഷേ ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും ചോദിക്കുന്നത് ഇൻസ്റ്റയിൽ എത്ര ഫോളോവേഴ്സ് ആണ്. നമ്മളുടെ ഒരു ബയോഡേറ്റ നമ്മളിപ്പോൾ സാധാരണ ഒരു ആ ഒരു ലെവലായിട്ട് ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ആൾക്കാരൊക്കെ അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആൾക്കാർക്ക്. ഒരു തവണ ബൈറ്റ് എടുക്കുമ്പോൾ സംസാരിക്കാനുള്ള കഴിവ് കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കിക്കൂടെ ഓർക്കണ്ടോ? ആ അവിടെ വെച്ച് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ ആൾക്കാർ തന്നെ നിൽക്കും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കിപ്പം എത്ര വിരൂപയാണെങ്കിലും നമുക്ക് മേക്കപ്പെട്ട ഒരു പരിധിവരെയൊക്കെ ഭംഗിയാക്കാം. ഇന്ന് അതിന് പല വഴികളുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നപ്പോൾ നമ്മുടെ ഇന്നർ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ അറിവ്, നമ്മുടെ ലോകപരിചയമൊക്കെ തരുന്ന ഒരു ബ്യൂട്ടിയുണ്ട്. അതെപ്പോഴും നിലനിൽക്കുന്ന കാര്യമാണ്. അതിപ്പോൾ ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ ചുറ്റിച്ചുള്ളി ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വന്നപ്പോൾ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ഇന്നർ ബ്യൂട്ടി എപ്പോഴും അത് നമ്മുടെ സംസാരത്തിൽ നിന്നും നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നൊക്കെയാണ് അത് പുറത്തേക്ക് വന്നത്. അതാ ടീച്ചറും എന്നോട് പറഞ്ഞത്. ചിലർക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ നല്ല കഴിവുള്ളവരുണ്ടാവും, പക്ഷെ അവർക്ക് സംസാരിക്കാൻ കഴിവുണ്ടാവണമെന്നില്ല. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്? ഇല്ല, ഞാൻ മുൻപ് ചെയ്തിരുന്നു. ഇപ്പം വെഡിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ആർട്ടിസ്റ്റുകൾക്കില്ല. ഞാനിപ്പോൾ അതിനുശേഷം ഞാൻ ശ്രീലങ്കയിൽ ഒരു കമ്പനിയിൽ പ്ലൈവുഡ് ഫാക്ടറി ആയിരുന്നു. അപ്പോൾ ഇതൊരു 2015 കൂടിയിട്ട് അവിടെ സ്റ്റോപ്പായതാണ്. ഇനിയിപ്പോൾ ഒന്നേന്ന് വീണ്ടും എറണാകുളത്ത് കാക്കനാടാണ് നോക്കുന്നത്. തുടങ്ങിയിട്ടില്ല. പണ്ട് ക്യൂട്ടൺ ഡിസൈൻസ് മനിയ ക്ലോത്ത് റെഡിമെയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. എനിക്കൊന്നല്ല, അത് അത്യാവശ്യം വിപുലമായിട്ട് നമ്മൾ തുടങ്ങിയതായിരുന്നു. തിരുപ്പൂര് കമ്പനി ഉണ്ടായിരുന്നു, അതിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റായിട്ടുണ്ടായിരുന്നതാണ്. അത് ആ സമയത്തൊക്കെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായി. കുറച്ച് ഫാമിലി പ്രോബ്ലംസ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും മനുഷ്യന് വേണ്ട കുറച്ച് സ്വസ്ഥതയും സമാധാനമൊക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് ഒതുക്കി കൂടിയതാണ്. ജനിച്ചു വളർന്നു തിരുവനന്തപുരം പത്മനാഭൻ്റെ നാട്. ഇപ്പോൾ കാക്കനാട്ടാണല്ലോ. ഇപ്പോൾ കുറച്ചാളായിട്ട് കാക്കനാട്. അതിൻ്റെ ഇടയിൽ മനസ്സ് മാറാതിരുന്നാൽ മറ്റേ നമ്മളുടെ സമതുക്കാൻ്റെ ഗ്രൂപ്പിലുള്ള ആരും അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന ഫ്രണ്ട്ഷിപ്പൊന്നും ആരുമായിട്ടും ഇല്ല. കാരണം ഞാനെപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഫുള്ള് എൻഗേജ്ഡ് ആയിരിക്കും. വീട്ടിലാണെങ്കിൽ തോക്കിലും ഇപ്പോഴും എനിക്ക് വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫ്രണ്ട്സിനോടും അങ്ങനെ വിളിച്ചോ ചാറ്റ് ചെയ്തോ അങ്ങനെ സംസാരിക്കുന്ന ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല. ഇപ്പം നിങ്ങളോട് ഇപ്പോൾ എങ്ങനെയാണോ ഇതേപോലെ ഇവിടെ വെച്ച് കണ്ടാൽ എല്ലാവരോടും സംസാരിക്കും, എല്ലാവർക്കും നല്ല ഫ്രണ്ട് ആയിരിക്കും. അപ്പം അങ്ങോട്ട് പോയാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി. അതുകൊണ്ട് നിങ്ങൾ 10 വർഷം കഴിഞ്ഞാൽ ഈ സ്നേഹം ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഇവിടെ തന്നെയാണോ വയ്ക്കുക? നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ശരി.
ശരി കണ്ടതിലൊക്കെ ഭയങ്കര സന്തോഷം. ഞാൻ പോകട്ടെ, ഭയങ്കര ചൂട്.